Hello students, this video is about clause 49 of listing agreement. From the topic itself you can suggest that you can guess that this is related with listing is related with stock exchange, and so these guidelines or this clause is there in the SEBI Act, Securities and Exchange Board of India Act, and over the time it has been revised many times to incorporate new provisions which were helpful in corporate governance. ഇപ്പോൾ ഈ ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചു എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനിലേക്ക് എന്നുള്ളത്. അതിൻ്റെ ഫോക്കസിങ് ഏരിയാസ്, അതിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ അതിനകത്ത് ആ കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് എല്ലാം അത് പ്രോപ്പറായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും അതിനുള്ള ഗൈഡ് ലൈൻസ് ഹൗ ഇറ്റ് ഷുഡ് ബി ഹൗ യുവർ കോർപ്പറേറ്റ് ഗവർണൻസ് ഷുഡ് ബി എന്ന് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് എങ്ങനെയാണ് അവരുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളുടെ സകല മേഖലകളിലും എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ടുവരാനായിട്ട് കമ്പനീസിന് സാധിക്കുക, അതിനെന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് ഈ ക്ലോസ് 49 പറയുന്നത്. അപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് ഗവർണൻസിനെ ഒന്ന് റഷപ്പ് ചെയ്താൽ ഇസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഓഫ് കണ്ടക്ടിങ് ദി ബിസിനസ് വിത്ത് ഓൾ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ്. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ? ഇൻറ്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ് ഉണ്ടാവണം. ട്രാൻസ്പാരൻറ്റ് വിത്ത് റിഗാർഡ് ടു ഓൾ ട്രാൻസാക്ഷൻസ്, ആ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അതിനകത്ത് ഒന്നും ഹിഡൻ ഫാക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ദെൻ ഓൾ നെസസറി ഡിസ്ക്ലോഷേഴ്സ്, എന്തൊക്കെയാണോ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ആ മാറ്റേഴ്സ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ ഇഫ് ദ കമ്പനി ഹാസ്, ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് ദ കമ്പനി ഹാസ് ഇഷ്യൂഡ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്, അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഇഷ്യൂ എവറി പ്രോസ്പെക്ടസ് ദാറ്റ് ദ കമ്പനി issues after this issue of shares at discount should disclose the information that this company has issued its shares at discount അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പ്രോസ്പെക്ടസിലും ഇങ്ങനെ ഈ കമ്പനി അതിൻ്റെ ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഓരോ സെക്ഷൻസും വെച്ച് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലും നമ്മൾ നോക്കുമ്പോൾ ഡിസ്ക്ലോഷർ നോംസ് ഉണ്ട്, എന്തൊക്കെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ദെൻ കംപ്ലൈങ് വിത്ത് ആപ്ലിക്കബിൾ ലോ, ഒരു കമ്പനി ഏത് മേഖലയിലാണോ ആ കമ്പനി ഉള്ളത് അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ ലോസ് ഉണ്ട്, കൂടാതെ കമ്പനീസ് ആക്ട് ഇൻ ജനറൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലൈ ചെയ്യുക എന്നുള്ളതും കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. ദെൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, അതിനകത്ത് ഷെയർ ഹോൾഡറും ക്രെഡിറ്ററും സപ്ലയറും കസ്റ്റമറും ഒക്കെ വരും. ഇവരോടൊക്കെയുള്ള അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എൻഷുർ ചെയ്യണം. ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. നൗ ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് എന്നുള്ളത്. നമ്മളതിനകത്ത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് കോർപ്പറേറ്റ് ഗവർണൻസിനോട് ഉണ്ടാവുക, കോർപ്പറേറ്റ് ഗവർണൻസ് ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, ഏതൊക്കെ ഓർഗനൈസേഷൻസാണ് നഷ്ടത്തിൽ പോയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തു. അതുപോലെ അപ്പോൾ അത് ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി കൊണ്ടുവന്നിട്ടുള്ളൊരു ക്ലോസാണ് ഈ ക്ലോസ് 49 പറയുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ഡീൽസ് വിത്ത് എ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ഫോർ കോർപ്പറേറ്റ് ഗവർണൻസ്. ഒരു പ്രോപ്പറായിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസിന് എന്തൊക്കെയാണോ ഗൈഡ് ലൈൻസ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ ക്ലോസ് 49 ഉള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊവിഷൻസ്, കമ്പനീസ് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റ് ഈ 49(1) പറയുന്ന കാര്യം. അതിൽ എന്തൊക്കെ വരും? റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡർ, നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഓണറാണ്, അവരുടെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. എ കമ്പനി മസ്റ്റ് ഓൾവേസ് ബി ട്രാൻസ്പാരൻറ്റ് വിത്ത് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ഹാവ് ഓൾ ദ റൈറ്റ്സ് റിഗാർഡിംഗ്
അപ്പോൾ ഒരു ഷെയർ ഹോൾഡർക്ക് എന്തൊക്കെയാണോ റൈറ്റ്സ് ഉള്ളത് റിഗാർഡിംഗ് ദ ജനറൽ മീറ്റിംഗ് സച്ച് ആസ് ഇൻഫർമേഷൻ അബൌട്ട് മീറ്റിംഗ്, പാർട്ടിസിപ്പേറ്റ്, വോട്ട് ആൻഡ് ക്വസ്റ്റ്യനിങ് ഇൻ ദ ജനറൽ മീറ്റിംഗ് എക്സെട്ര. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഇതാണ് ഒരു പ്രൊവിഷൻ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തത് റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡറാണ് നേരത്തെ പറഞ്ഞത്, ഇത് സ്റ്റേക്ക് ഹോൾഡറാണ്. എ കമ്പനി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റൈറ്റ്സ് ആൻഡ് എൻകറേജ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അതേസമയം അവരുമായിട്ട് നല്ലൊരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ദ റൈറ്റ്സ് ക്യാൻ ബി ബൈ മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഓർ ബൈ ആപ്ലിക്കബിൾ ലോ ഓർ സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ അത് തമ്മിലുള്ള അഗ്രിമെൻറ്റിൻ്റെ ബേസിസിലാവാം, അതല്ലെങ്കിൽ ആക്ടിൻ്റെയോ സപ്പോർട്ടോട് കൂടിയിട്ടും ആവാം. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ കസ്റ്റമറും, ബാങ്കിനെ സംബന്ധിച്ച് കസ്റ്റമർ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്, പക്ഷേ അത് ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിലല്ല, അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് കസ്റ്റമർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ആസ് പെർ ലോ ആവാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആവാം. ദെൻ വി ഹാവ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പാരൻസി. അതിൽ പറയുന്നു ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ കമ്പനി ടു ബി ട്രാൻസ്പാരൻറ്റ് വിത്ത് ഇറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കാരണം ഇത് കോർപ്പറേറ്റ് ഗവേണൻസിന് അത്യാവശ്യമാണ് ഈ ട്രാൻസ്പാരൻസി. അപ്പോൾ ഒരു പ്രൊവിഷൻസിൽ കൊണ്ടുവരികയാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റിൽ ട്രാൻസ്പാരൻസി, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പാരൻസി ഉണ്ടായിരിക്കണം. Stakeholders by giving disclosures of all material matters on timely basis. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യസമയത്ത് വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഡിസ്ക്ലോഷർ ക്യാൻ ബി റിഗാർഡിംഗ് ഫിനാൻഷ്യൽ പൊസിഷൻ, പെർഫോമൻസ്, ഓണർഷിപ്പ്, ഗവേണൻസ് എക്സെട്ര. എന്തിനെ കുറിച്ചിട്ടും ആവാം, എല്ലാത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണം. നോൺ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ മാറ്റർ ഇസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് കുറച്ച് കാലം മുമ്പ് വരെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് അവരുടെ ആവശ്യമായിരുന്നു കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരിക, ലാഭം കൂട്ടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് സെബീൻ്റെ ഒരു നിയമപരമായിട്ടുള്ളൊരു ഇടപെടൽ കൂടിയാണ് ഈ ക്ലോസ്. അതായത് കമ്പനിക്ക് വേണമെങ്കിൽ ചെയ്യേണ്ടതെന്നല്ല, ഇഫ് യു ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് this country, this stock exchange, then you will have to follow. അപ്പോൾ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് സെബി അതിനകത്തേക്ക് ഒരു ലീഗൽ ഇമ്പാക്റ്റും കൂടെ കൊണ്ടുവരികയാണ് ചെയ്യണത്. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ബോർഡ്. ഇതിനകത്ത് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഷുഡ് ഡിസ്ക്ലോസ് ദർ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി ആൻഡ് ഇൻ എനി ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ ആൻഡ് കോൺട്രാക്ട്. പിന്നെ ഒരു പ്രൊവിഷൻ എന്താണ്, ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഷെയർ ഹോൾഡറിൻ്റെ റൈറ്റ് പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡറിൻ്റെ പറഞ്ഞു, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പാരൻസി പറഞ്ഞു, ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബോർഡ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഡിസ്ക്ലോസ് ദർ ഇൻട്രസ്റ്റ് ഇൻ കമ്പനി ആൻഡ് ഇൻ എനി ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ ആൻഡ് കോൺട്രാക്ട്. എല്ലാത്തിനകത്തും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ റോൾ എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം. ദേ ഷുഡ് ഓൾസോ മെയിൻറ്റെയിൻ ദ റൂൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. ബോർഡ് അറിയുന്ന കാര്യങ്ങൾ അത് ബോർഡിൽ തന്നെ ഒതുങ്ങണം. നമ്മൾ ഇൻസൈഡർ ട്രേഡിങ്ങിൽ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ ബോർഡ് തന്നെ കാര്യങ്ങളൊക്കെ അറിയാം. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ ഷുഡ് ഷെയർ ദാറ്റ് ഇൻഫർമേഷൻ വിത്ത് ആൻ ഔട്ട്സൈഡർ. അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങളാണോ കോൺഫിഡൻഷ്യാലിറ്റി വേണ്ടത്, ദേ ഷുഡ് മെയിൻറ്റെയിൻ ദാറ്റ് കോൺഫിഡൻഷ്യാലിറ്റി. Then they should also perform their key functions such as preparation of major action plan, corporate strategy, execution of board and effective financial performance. ഇതൊക്കെ അവർ കൃത്യമായിട്ട്, അവരുടെ ഫങ്ഷൻസാണ് ഇതൊക്കെ അവർ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും വേണം. മേജർ ആക്ഷൻ പ്ലാൻസ് ഉണ്ടാക്കുക, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, എക്സിക്യൂഷൻ ഓഫ് ബോർഡ്, അതൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇൻ ഇഫക്റ്റീവ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലോസ് 49(1)ലുള്ള പ്രൊവിഷൻസ് പറയുന്നത്. എന്തൊക്കെയാണ് മേജർ പ്രൊവിഷൻസ് that needs to be followed for having good corporate governance. ഇവിടെ അവസാനിക്കുന്നില്ല ക്ലോസ് 49. ക്ലോസ് 49 ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പസിഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെ വന്നിട്ട് ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സ് എന്തായിരിക്കണം, എന്തൊക്കെ കമ്മിറ്റീസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഇറ്റ്സ് എ ലെങ്തി ടോപ്പിക്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ എന്നുള്ള നിലയിൽ ഈ പ്രൊവിഷൻസിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. Hope you all understood. Be serious about your studies. All the best, dears. Thank you.